വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൌസ്. വകുപ്പിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്നതിനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് നിർദ്ദേശിക്കുന്ന ഉത്തരവാണ് പുറത്തിറങ്ങുക. അമേരിക്കക്കാർ ആശ്രയിക്കുന്ന സേവനങ്ങൾ, പരിപാടികൾ, ആനുകൂല്യങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ ആവശ്യപ്പെടുന്നുണ്ട്. 1979 ക്യാബിനറ്റ് തല ഏജൻസിയായി സ്ഥാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമായി വരും. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ 53-47 ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ക്യാബിനറ്റ് തലത്തിലുള്ള ഏജൻസിയെ നിർത്തലാക്കുന്നത് ബിൽ പാസ്സാകാൻ 60 വോട്ടുകൾ ആവശ്യമാണ്. അതായത് 7 ഡെമോക്രാറ്റുകൾ കൂടി പിന്തുണച്ചാൽ മാത്രമേ വകുപ്പ് നിർത്തലാക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കുകയുള്ളൂ. അതേസമയം ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറലിലെ ഒരു സംഘം രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ട്രംപ് വാഗ്ദാനം ചെയ്തതാണ്. അധികാരത്തിലെത്തിയതിനു ശേഷം ഇതിന്റെ ഭാഗമായി വകുപ്പിലെ പകുതിയോളം ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. അനുചിതമായ വംശീയ, ലൈംഗിക, രാഷ്ട്രീയ കാര്യങ്ങൾ ഉപയോഗിച്ച് യുവാക്കളെ പ്രകോപിതരാക്കുകയാണ് വകുപ്പ് ചെയ്യുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇന്ത്യയിലേതുപോലെ US-ൽ സ്കൂളുകൾ നടത്തുകയും പാഠ്യപദ്ധതികൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പല്ല. ആ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക ജില്ലകൾക്കുമാണ്. വിദ്യാർത്ഥി വായ്പാ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് വകുപ്പാണ്. കൂടാതെ താഴ്ന്ന വരുമാനക്കാരായ വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ ചേരാൻ സഹായിക്കുന്ന പെൻ ഗ്രാന്റുകൾ നൽകുകയും ചെയ്യുന്നു. ഫെഡറൽ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ വംശീയമോ ലിംഗപരമോ ആയ വിവേചനം തടയുന്നതിനായി രൂപകൽപ്പന ചെയ്ത പൗരാവകാശ നിയമം നടപ്പിലാക്കാനുള്ള അധികാരവും വിദ്യാഭ്യാസ വകുപ്പിനാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇല്ലാതാക്കുക എന്ന ആശയം റിപ്പബ്ലിക്കന്മാർ ഏജൻസി ആരംഭിച്ച കാലം മുതൽക്കേ മുന്നോട്ട് വെച്ചിരുന്നു. വിദ്യാഭ്യാസ നയം കേന്ദ്രീകൃതമാക്കുന്നതിനെതിരെ റിപ്പബ്ലിക്കന്മാർ ചരിത്രപരമായി തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് വ്യക്തിഗത സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്നാണ് അവരുടെ വാദം. വായ്പകൾ നൽകുന്നത് പോലുള്ള മറ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ US ട്രഷറി വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നും പൗരാവകാശ ലംഘനങ്ങൾ നീതിന്യായ വകുപ്പിന്റെ പരിധിയിൽ വരണമെന്നുമാണ് ട്രംപിന്റെയും അനുയായികളുടെയും നിലപാട്.